നിങ്ങളെന്താ ഒന്നും തീരെ രംഗത്തില്ലാത്ത, ഒരു സംഗതിക്ക് മുന്നോട്ട് വരാത്ത, വർത്താനൊന്നും പറയാത്ത, അഭിപ്രായം പറയാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ലി ഉജാഹിദ നഫ്സി ബി തർക്കിൽ ജിദാൽ, തർക്കം ഒഴിവാക്കിയിട്ട് എന്റെ നഫ്സിനോടൊന്ന് പൊരുതാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അഭിപ്രായം തന്നെ പറയാത്തത്. കമ്മിറ്റി കൂടുമ്പോൾ അടുത്ത ചർച്ച സാമ്പത്തികം, അപ്പോഴും എനിക്ക് അഭിപ്രായം പറയണ്ട. അടുത്ത ചർച്ച കാട് വെട്ടൽ, അപ്പോഴും എനിക്ക് എന്ത് വിഷയം വന്നാലും ആദ്യത്തെ അഭിപ്രായം പറയുന്ന ആൾ ഞാനായിരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു ഒരു 3 ആൾ പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുള്ളൂ. പിന്നെ 2 ആൾ പറഞ്ഞപ്പോഴേക്കെന്നെ നല്ല അഭിപ്രായം പുറത്ത് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്നും മിണ്ടണ്ടില്ല, അത് തീരുമാനാക്കിയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നും, പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ ഒന്നും പറയും. വേറെ ആൾ പറഞ്ഞ നല്ല അഭിപ്രായം തന്നെ പുതിയ അഭിപ്രായം പോലെ ഞാൻ എന്റെ വകയായി പറയും. പറയാൻ പൂതി എന്ന് പറഞ്ഞാൽ ആ പൂതിയെ ഇല്ലാതാക്കി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നല്ല അഭിപ്രായം ഞാൻ പറയാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുകയും വേണ്ട, മനസ്സിലും തോന്നണ്ട. അതേസമയത്ത് അൽഹംദുലില്ലാഹ് അതും പറഞ്ഞു, നല്ലൊരു പോയിന്റാണ് എന്റെ മനസ്സിലുണ്ടായത്, അത് മറ്റയാളുടെ നാവിൽ നിന്ന് വന്നു. അവിടെ എന്റെ മനസ്സിലും കൂടെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അത് വളരെ നല്ല, ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു എന്ന് ഒന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ, അതൊക്കെ എന്റെ അടുത്തുണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാതെ അവിടെ. അങ്ങനെ നമ്മൾ അല്ലാത്ത ഒരാളെ കൊണ്ട് വരുന്ന ആശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സുക്കൂത്താക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നല്ലൊരു ചാൻസ് ആണ് തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി.